ഡീ, ധനേട്ടൻ അവിടെ ചായക്ക് കാത്തിരിക്കുമ്പോ നീ ഇവിടെ ഒളിച്ചിരിക്കുകയാണോ? ഞാൻ ഒളിച്ചു നിന്നതൊന്നും അല്ല. എനിക്ക് ജോലി ഒരുപാടുണ്ട്. ഇന്നെന്താ ഒരു സ്പെഷ്യൽ ജോലി? സാധാരണ എനിക്കും ധനേട്ടനും ചായ കൊണ്ടുവരുന്നത് നീയല്ലേ? നിങ്ങൾക്കുള്ള ചായ കൂടി ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടുവരുന്നത് കണ്ടില്ലെങ്കിൽ ചേച്ചിക്ക് വന്ന് എടുത്തൂടെ? ദേ, നീ ഇവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാണ് എടുക്കുന്നത്? നിനക്ക് കൊണ്ടുവന്ന് തന്നൂടെ? ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്നെന്ന് വിചാരിച്ച് നിന്റെ വളയൊന്നും ഊരി പോവില്ലല്ലോ. ധനേട്ടന് ചായ എടുത്തു കൊടുത്താലേ ചേച്ചിയുടെ വള ഊരി പോവോ? ഡേ, അയ്യോ, തല്ലല്ലേ ചേച്ചി. ആ, തല്ലിയാലേ ആ വകുപ്പങ്ങ് മാറിപ്പോ. നാത്തോന്റെ പീഡനം അമ്മായിമ്മയുടെ പീഡനത്തിന്റെ അതേ വകുപ്പിൽപ്പെടും. നീയാ ഇവിടെ ഈ മര്യാദ കിടക്കെ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീയൊക്കെ ഇവിടെ വന്നു കയറിയവളാ. ഞാനേ ഈ വീട്ടിൽ ജനിച്ചു വളർന്നവളും. അതുകൊണ്ട് നാത്തോമാരെ ഭരിക്കാന്ന് വല്ല നിയമമുണ്ടോ? ശരിക്കും പറഞ്ഞാലേ ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി ഇരിക്കേണ്ടവളല്ലേ? ഓഹോ, എന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാനാണല്ലേ അടുത്ത പരിപാടി? എനിക്ക് മനസ്സില്ല. എന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ എനിക്ക് മനസ്സില്ല. ഇതെന്റെയും കൂടി വീടാ. ഞാനേ ഇവിടെ തന്നെ നിൽക്കും. ദേ, നീയും ഇവളും കൂടി എന്താ ചെയ്യാൻ പറ്റുന്നേന്ന് വെച്ചാ ചെയ്യ്. അതെ, ഞങ്ങൾ ചേച്ചിക്കെതിരെ ഒന്നും ചെയ്യില്ല. പക്ഷെ എല്ലാവർക്കും ഉള്ള ആഹാരം ഇവിടെ ഉണ്ടാക്കി വെക്കാന്നല്ലാതെ അത് വിളമ്പി തരാനും നിങ്ങൾ കഴിച്ച പാത്രം കഴുകാനും ഇനി എന്നെ നോക്കണ്ട. ഓഹോ, നിങ്ങളുടെ ജോലിക്കാരിയായി നിൽക്കാനാണോ അശോകേട്ടൻ എന്നെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്? ആണോന്ന്? പിള്ളേ അവിടെ ഇരി. അങ്ങോട്ട് പോകുന്നു. ചായ ഭാര്യ ചായ കൊണ്ടുവന്ന് തരത്തില്ലയോ? വരുമായിരിക്കും അല്ലേ? ദേ വാസന്തേച്ചി, അനുതേച്ചി ഞാനും ഇന്ന് മുതൽ ശബരേട്ടന്റെ കമ്പനിയില് പാക്കിംഗ് ജോലിക്ക് പോവാ. ചേച്ചിക്ക് കുടുംബശ്രീന്ന് വരുമാനം ഉള്ളതുപോലെ ഞങ്ങൾക്കും എന്തെങ്കിലും വരുമാനം വേണ്ടേ?